Hi friends, welcome to Simis Nadan kitchen. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് കൂർക്ക എങ്ങനെയാണ് എളുപ്പത്തിൽ വൃത്തിയാക്കുന്നതെന്നാണ്. അതുപോലെ ഇതുപോലെ വൃത്തിയാക്കിയ ശേഷം എങ്ങനെ മെഴുക്കുവരട്ടി ഉണ്ടാക്കാം അതാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു ബെൽ ഐക്കൺ വരും. ആ ബെൽ ഐക്കണിൽ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടും. അപ്പോൾ ഞാനിവിടെ കൂർക്ക എടുത്തു വെച്ചിട്ടുണ്ട്. ഇതുപോലെ നല്ല ഫ്രഷ് ആയിട്ടുള്ള കൂർക്കയായിരിക്കണം. അതുപോലെ ഇങ്ങനെ അധികം ചുളിവില്ലാത്ത കൂർക്കയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന മെത്തേഡിൽ നമുക്ക് എളുപ്പം തൊലി കളഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ആദ്യമേ ഇത് കണക്കൊരു ചാക്ക് എടുക്കുക. ചാക്ക് അല്ലെങ്കിൽ ഒരു കട്ടിയുള്ള തുണിയാണെങ്കിലും മതി. അതിലേക്ക് ഈ കൂർക്ക എടുത്തിടാം. ഇതെല്ലാം കൂടെ കൂട്ടിപ്പിടിച്ചിട്ട് ഇതിങ്ങനെ തറയിലിട്ട് അടിക്കുക. നല്ല ഫോഴ്സിൽ അടിച്ചോളൂ. പക്ഷെ അടിക്കുമ്പോൾ ഇത് കൂർക്ക ചതഞ്ഞു പോകാൻ പാടില്ല. ഇത് കണക്ക് ഇങ്ങനെ അടിക്കുക. ഇതിപ്പോൾ ഒരു കുറച്ച് റഫായിട്ടുള്ള സർഫേസ് ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിങ്ങനെ തൊലി പൊളിഞ്ഞു വരും. ഇതിപ്പോൾ ഒരു ടൈലായതുകൊണ്ട് കുറച്ച് താമസമായിരിക്കും ഇളകി വരാനായിട്ട്. അപ്പോൾ ഇങ്ങനെ അടിക്കുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് മണ്ണൊക്കെ അങ്ങ് പെട്ടെന്ന് തന്നെ പൊക്കോളും. നമ്മൾ അല്ലാണ്ട് വെള്ളത്തിലൊക്കെ ഇട്ട് ചേർന്ന് കഴിഞ്ഞാൽ കൂർക്കയിൽ നല്ലപോലെ മണ്ണുണ്ടാവും. അതാ കുറച്ച് പോയിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ ആക്കുക. ഇതിപ്പോൾ ഒരുപാട് ഫ്രഷ് ഒന്നും അല്ല. ഇതിപ്പോൾ ഞാൻ മേടിച്ചിട്ട് ഇപ്പോൾ ഒരാഴ്ചയോളം ആയിട്ടുണ്ട് കൂർക്ക. അതുകൊണ്ടാണ് ഇച്ചിരി താമസം വരുന്നത്. ഇതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്ര അടിക്കുമ്പോൾ തന്നെ ശരിക്കും എൻ്റെ തൊലി പോകും. ഇപ്പം ഇതിൽ തൊലിയൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. ഇപ്പം കുറച്ചൊക്കെ ഉള്ളൂ. ഇനിയിപ്പം വലിയ കുഴപ്പമില്ല നമുക്ക് ചിരണ്ടി എടുക്കാനായിട്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിപ്പോൾ ഒരുപാട് ഫ്രഷ് ഒന്നും അല്ല, അതുകൊണ്ടാണ് ഇത് ഫുൾ തൊലി അങ്ങ് പോകാത്തത്. നല്ല ഫ്രഷ് ആണെന്നുണ്ടെങ്കിൽ ഫുൾ തൊലി അങ്ങ് പോയി കിട്ടും നമുക്കിൻ്റെ. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് വെക്കാം. അപ്പോൾ ഞാനിതിൽ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ല അത്ര വലിയ ഫ്രഷ് അല്ലായിരുന്നു എന്ന്. അതുകൊണ്ടാണ് കുറച്ച് സമയം ഒന്ന് വെള്ളത്തിലിട്ടിട്ട് ഞാൻ കുറച്ച് സമയം വെക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള കൂർക്കയായിരുന്നെങ്കിൽ നമുക്കിപ്പോൾ ഇപ്പോൾ തന്നെ നമുക്ക് കഴുകി വെള്ളത്തിലേക്ക് ഇട്ടിട്ട് നമുക്ക് അപ്പം തന്നെ ചിരണ്ടി എടുക്കാം. ഇതിപ്പോൾ ഒന്ന് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഇങ്ങനെ വെള്ളത്തിൽ കിടക്കട്ടെ. അപ്പോൾ ഇതൊന്ന് കുറച്ച് നല്ല ഫ്രഷ് ആയി വരും. അപ്പോൾ ഫ്രഷ് അല്ലാത്ത കൂർക്കയൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ഇതുപോലെ ഇതാക്കിയിട്ട് നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെ ആക്കുമ്പോൾ നമ്മുടെ കയ്യിലൊന്നും കറയൊന്നും അധികം ആകത്തൊന്നുമില്ല. പിന്നെ മണ്ണും ഒട്ടും ഉണ്ടാകത്തില്ല. മണ്ണൊക്കെ ശരിക്കും നമ്മൾ ആ തട്ടുമ്പോൾ തന്നെ മണ്ണെല്ലാം പോയിട്ടുണ്ടാവും എൻ്റെ അകത്തുനിന്ന്. തൊലി ഇങ്ങനെ പൊളിച്ച് കഴിഞ്ഞാൽ നമ്മളിനി വെള്ളത്തിലിട്ട് വെച്ചേക്കണം. വെള്ളത്തിലിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ഇത് കറുത്തു പോകും. അപ്പോൾ ഇത് കറുത്ത് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെള്ളത്തിലിട്ട് വെക്കുന്നത്. അതുപോലെ ഇത് മുറിക്കുമ്പോഴും നമ്മൾ മുറിച്ചിട്ട് വെള്ളത്തിലേക്ക് തന്നെ ഇടണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് കറുത്തു പോകും. അപ്പോൾ ഇതെങ്ങനെയാണ് ക്ലീൻ ചെയ്ത് നോക്കാം. ഇതിപ്പോൾ തൊലിയൊക്കെ ഓൾറെഡി പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിതുപോലെ ചിരണ്ടി കളയാം ബാക്കിയുള്ള തൊലികളൊക്കെ. ചിരണ്ടിയാൽ മതി, അത് പൊക്കോളൂ ശരിക്കും. പെട്ടെന്ന് കഴിഞ്ഞു. നമ്മുടെ കൈയൊന്നും നാശമാകത്തുമില്ല. ഇത് നമ്മൾ എന്നാ ഷേപ്പിലാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഷേപ്പിലേക്ക് നമുക്ക് മുറിച്ചെടുക്കാം. അപ്പോൾ ചെറുതായിട്ട് മുറിക്കണമെന്നുണ്ടെങ്കിൽ ഇതാ ഞാൻ ഇതുപോലെ ഒരു ഷേപ്പിലാണ് മുറിച്ചെടുത്തേക്കണം. ഇങ്ങനെ മുറിച്ച ശേഷവും നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ട് വെക്കാം. ഞാൻ ഇതുപോലെ ഒരു ബേസിൽ വെള്ളം നിറച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. അത് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കറുത്തു പോകും. അപ്പോൾ കറുത്തു എന്ന് പറഞ്ഞാൽ വേറെ കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് വ്യത്യാസമൊന്നും വരത്തില്ല. പക്ഷെ അതിനൊരു കളർ വ്യത്യാസം വരും, അത്രയേ ഉള്ളൂ. ഇതായിട്ട് അങ്ങനെ ഞാൻ ഇപ്പം എല്ലാം മുറിക്കട്ടെ. മുറിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം ബാക്കി. ഇപ്പോൾ ഞാൻ കൂർക്ക നല്ല വൃത്തിയായിട്ട് ചിരണ്ടി എടുത്തിട്ടുണ്ട്. അതിനുശേഷം മുറിച്ചു, ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മുറിച്ചേക്കുന്നത്. അതുകൊണ്ട് വലിയ പീസായിട്ട് മുറിച്ചേക്കുന്നത്. ഇതിപ്പോൾ അരിഞ്ഞിട്ടപ്പോൾ എൻ്റെ കയ്യിലൊന്നും അഴുക്കൊന്നും ആയിട്ടൊന്നുമില്ല. ഉണ്ടോ, കൈയൊക്കെ നല്ല നീറ്റാണ്. അതുപോലെ നമ്മൾ അങ്ങനെ തൊലി കളഞ്ഞാലും നമ്മൾ വെള്ളത്തിലും കൂടി ഇട്ട് വെക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ കയ്യിൽ ഒട്ടും കറ പിടിക്കാണ്ടിരിക്കുള്ളൂ. അല്ലാണ്ട് നമ്മൾ തൊലി കളഞ്ഞു, നമ്മൾ ചാക്കിലിട്ടിട്ട് തൊലി കളഞ്ഞ ശേഷം നമ്മൾ വെള്ളത്തിൽ ഇടാണ്ട് അത് ചിരണ്ടാൻ നോക്കിക്കഴിഞ്ഞാലും നമ്മുടെ കയ്യിൽ കറ പിടിക്കും. അപ്പോൾ ഇങ്ങനെ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ കയ്യിൽ ഒട്ടും കറ പിടിക്കത്തില്ല.
അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കൂ കേട്ടോ പെട്ടെന്ന് തന്നെ. ഇനിയിപ്പോൾ നമുക്കിത് മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ കൂർക്ക കഴുകിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ കൂർക്കയുടെ ലെവലിൽ വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓൺ ചെയ്യാം. ഇതിലേക്ക് ഉപ്പ്, ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പിട്ട ശേഷം നമുക്കൊന്ന് ഇതൊന്ന് തിളച്ച് വരണം. അപ്പോൾ സ്റ്റൗവിൻ്റെ ഫ്ലെയിം നല്ല ഫുൾ ഫ്ലെയിമിലായിരിക്കുന്നത്. ഇനി നല്ല വെള്ളം തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് ആക്കാം. കുക്കറിൽ വെക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇതുപോലെ വെള്ളമൊന്നും ഒഴിക്കേണ്ട. നമ്മൾ ആ കഴുകിയതിനകത്തേക്ക് ഇടുമ്പോഴത്തേക്കുള്ള ഒരു വെള്ളം ഉണ്ടാവുമല്ലോ, ഒരു വെള്ളത്തിൻ്റെ ചെറിയൊരു അംശമൊക്കെ കാണത്തില്ലേ, അത് മതിയാവും അതിനകത്ത്. എന്നിട്ട് പിന്നെ ഒരു വിസിലാകുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നമുക്ക് വറവിലേക്ക് ഇടാം. ഇതിപ്പോൾ ഞാനിങ്ങനെ വേറെ പാത്രത്തിൽ വെച്ചേക്കുന്നതുകൊണ്ടായിരുന്നു ഇതിലിപ്പോൾ ഇത്രയും ഞാൻ വെള്ളം ഒഴിച്ചത്. അപ്പോൾ നമ്മൾ ഒഴിക്കുമ്പോൾ ഈ കൂർക്കയുടെ ലെവലിലായിരിക്കണം വെള്ളം ഒഴിക്കേണ്ടത്, എന്നാൽ മാത്രമേ കൂർക്ക വെന്ത് വരത്തുള്ളൂ. ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ഇടുന്നുണ്ട്. അപ്പോൾ കൂർക്കയുടെ വെള്ളം നല്ലതായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് നന്നായിട്ട് ലോ ആക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെക്കാം. ഇനി ഇതിൽ വെള്ളം ഒന്ന് നന്നായിട്ടൊന്ന് വറ്റി വരണം. അപ്പോൾ വറ്റി വരട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി അടുത്ത സ്റ്റെപ്പ് ചെയ്യാം. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് ചെറിയ ഉള്ളിയാണ്. അതൊരു 5-6 ഉള്ളി എടുത്തോളൂ. ഇതിപ്പോൾ തീരെ പൊടിയായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത്ര എടുത്തേക്കുന്നത്. അപ്പോൾ ഉള്ളി അധികം കിടക്കുന്നത് മെഴുക്കുവരട്ടിക്ക് നല്ല ടേസ്റ്റാണ്. ഒരു 20 ചെറിയ ഉള്ളി ഉണ്ടത്. അപ്പോൾ ഇതൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഉള്ളി ഞാൻ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ വെള്ളം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ നമുക്ക് മാറ്റാം. അതിൻ്റെ അകത്തുനിന്ന് ഞാൻ വറുത്തിടാൻ വേണ്ടിയിട്ട് ഒരു ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് ടേസ്റ്റ്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചേക്കുന്നത് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ. അപ്പോൾ മെഴുക്കുവരട്ടിക്കൊക്കെ കുറച്ച് അധികം വെളിച്ചെണ്ണ വേണം, എന്നാലേ നമ്മൾ ആ ഉണ്ടാക്കുന്ന മെഴുക്കുവരട്ടിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. എടുത്തു വെച്ചിരിക്കുന്ന കൂർക്ക 1/2 കിലോ കൂർക്കയായിരുന്നു. അപ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇപ്പോൾ എണ്ണയൊന്ന് ചൂടായിട്ട് വന്ന് എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി, ചതച്ച ഉള്ളി അതിടാം. ഇനി 1/2 ടേബിൾ സ്പൂൺ ക്രഷ്ഡ് ചില്ലി. അപ്പോൾ എരിവ് അതിനേക്കാളും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ ഇട്ടോളൂ കേട്ടോ. കുറച്ച് കറിവേപ്പില. ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം എണ്ണയ്ക്കകത്ത്. അപ്പോൾ ഒരുപാട് ബ്രൗൺ കളറൊന്നും ആകുമൊന്നും വേണ്ട. അങ്ങനെ ആകുമ്പോഴത്തേക്ക് അത് മുളകും ഉള്ളിയൊക്കെ കരിഞ്ഞു പോകും. കുറച്ച് ചെറുതായിട്ടൊന്ന് വാടി വെച്ചാൽ മതി. ഞാനിതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കണേണ്. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ വറുത്തിടുമ്പോഴാണ് മഞ്ഞൾപ്പൊടി ചേർക്കാറ്. അപ്പോൾ കൂർക്ക വേവിച്ചപ്പോൾ ഇടണമെന്നുണ്ടായിരുന്നെങ്കിൽ അന്നേരം ഇടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇടാറ്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചേക്കുന്ന കൂർക്ക ചേർക്കാം. ഇത് എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഇളക്കി കൊടുക്കാം. ഇതിങ്ങനെ ചെറിയ തീയിൽ ഇങ്ങനെ തന്നെ കിടക്കട്ടെ കുറച്ച് സമയം. അപ്പോഴത്തേക്ക് ഇത് കൂർക്കയൊക്കെ നല്ലതായിട്ട് മുരിഞ്ഞു വരും ഇതിൻ്റെ അകത്ത് എണ്ണയിൽ കിടന്നിട്ട്. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. ഇതിപ്പോൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അത്ര വലിയ ടേസ്റ്റ് ഒന്നും തോന്നില്ല. ആ എണ്ണയിൽ കിടന്ന് നല്ലതായിട്ട് മുരിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര ടേസ്റ്റാട്ടോ. അത് പ്രത്യേകിച്ച് പറയാനൊന്നും പറ്റത്തൊന്നുമില്ല. അത് നമ്മൾ കഴിച്ച എണ്ണ അതിൻ്റെ ടേസ്റ്റ് അറിയണം. അപ്പോൾ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. അത് മുരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഈ ഇരുമ്പിൻ്റെ ചീഞ്ചട്ടി ആകുമ്പോൾ പെട്ടെന്ന് തന്നെ നന്നായിട്ട് മുരിഞ്ഞ് വരും കേട്ടോ. ഈ ഇരുമ്പ് ചീഞ്ചട്ടിയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ കറിക്കൊക്കെ കുറേ കൂടി ടേസ്റ്റ്. നമ്മൾ നോൺ സ്റ്റിക്കിലൊന്നും ഉണ്ടാക്കി കഴിഞ്ഞാൽ അത്രയും ആ ടേസ്റ്റ് കിട്ടത്തില്ല. അതുപോലെ ഇരുമ്പ് ചീഞ്ചട്ടിയിലുണ്ടാകുമ്പോൾ ആ ഇരുമ്പിൻ്റെയൊക്കെ ആ ഒരു അംശമൊക്കെ നമുക്ക് നമ്മുടെ ശരീരത്തിലേക്ക് വരും. അപ്പോഴത്തേക്ക് അതും നല്ലതാണ്. ഇപ്പോൾ കൂർക്ക നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യണതാണ്. കൂർക്ക മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് നല്ല ചൂട് ചമ്പാവരി ചോറിൻ്റെ കൂടെ കുറച്ച് മോരുകറിയും പിന്നെ ഒരു ചാള വറുത്തതും കൂടി ഉണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആട്ടോ. അത് ഒന്ന് കഴിച്ച് നോക്കൂ. പറയുമ്പോൾ തന്നെ എൻ്റെ വായിൽ നല്ലതായിട്ട് വെള്ളം വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിലിടുക. അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.